പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് വേദി ഏതാണ്? ഉത്തരം ശ്രീനഗർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് വേദി ഏത്? ഉത്തരം ശ്രീനഗർ. 2025 കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 10ാം സ്ഥാനം. 2025 കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 10ാം സ്ഥാനം. അഹമ്മദാബാദ് വിമാനാപകടം പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവനാര്? ഉത്തരം ഗോവിന്ദ് മോഹൻ. അഹമ്മദാബാദ് വിമാനാപകടം പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ തലവനാര്? ഉത്തരം ഗോവിന്ദ് മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമേത്? ഉത്തരം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമേത്? ഉത്തരം ജാർഖണ്ഡ്. 2026 AI ഇമ്പാക്ട് ഉച്ചകോടി വേദി ഏത്? ഉത്തരം ന്യൂഡൽഹി. 2026 AI ഇമ്പാക്ട് ഉച്ചകോടി വേദി ഏത്? ഉത്തരം ന്യൂഡൽഹി. ഓഗസ്റ്റ് 13 മുതൽ 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടാൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ച സംസ്ഥാനമേത്? ഉത്തരം മണിപ്പൂർ. ഓഗസ്റ്റ് 13 മുതൽ 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടാൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ച സംസ്ഥാനമേത്? ഉത്തരം മണിപ്പൂർ. ആരവല്ലി പർവ്വതനിരകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായും കടന്നു പോകുന്നത്? ഉത്തരം രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. ആരവല്ലി പർവ്വതനിരകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായും കടന്നു പോകുന്നത്? ഉത്തരം രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമേത്? ഉത്തരം ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഉത്തരം ഇലപൊഴിയും കാടുകൾ. ഫ്രാൻസിന്റെ സഹായത്തോടെ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ സ്ഥാപിക്കുന്ന ആണവ നിലയം ഏത്? ഉത്തരം ജയ്താപൂർ. ഫ്രാൻസിന്റെ സഹായത്തോടെ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ സ്ഥാപിക്കുന്ന ആണവ നിലയം ഏത്? ഉത്തരം ജയ്താപൂർ. കർമ്മയോഗി ആരുടെ പ്രസിദ്ധീകരണമാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. കർമ്മയോഗി ആരുടെ പ്രസിദ്ധീകരണമാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. വെണ്മയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ദണ്ഡി മാർച്ച്. വെണ്മയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ദണ്ഡി മാർച്ച്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു.